സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കി. കാറിനുള്ളിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ തിരുപ്പൂർ കൈകാട്ടിപുത്തൂർ സ്വദേശിനി റിധന്യയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കവിൻകുമാറും റിധന്യയുമായുള്ള വിവാഹം കഴിഞ്ഞ് 78ാം ദിവസമാണ് മരണം. യുവതി തന്റെ പിതാവ് അണ്ണാദുരൈക്ക് അയച്ച ശബ്ദസന്ദേശത്തിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. പീഡനം വിവരിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് പുറത്തായത്. 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപയുടെ വോൾവോ കാറും നൽകിയാണ് കല്യാണം നടത്തിയത്. എന്നാൽ അത് പോരെന്ന് പറഞ്ഞായിരുന്നു പീഡനം. സംഭവത്തിൽ ഭർത്താവ് കവിൻകുമാർ, ഭർത്താവിന്റെ പിതാവ് ഈശ്വരമൂർത്തി, ഭർത്തൃമാതാവ് ചിത്രാദേവി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച മോണ്ടിപ്പാളയത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് റിധന്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. യാത്രാമധ്യേ വഴിയിൽ കാർ നിർത്തി കീടനാശിനി ഗുളികകൾ കഴിച്ചുവെന്നാണ് റിപ്പോർട്ട്. പ്രദേശത്ത് ഏറെ നേരം പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മരണത്തിന് മുമ്പ് റിധന്യ വാട്സാപ്പിൽ 7 ഓഡിയോ സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മകൾ ജീവനൊടുക്കിയതെന്നും പിതാവ് പറയുന്നു.